ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ധ്രുവ് റാട്ടിയുടെ ഒരു റീസെൻറ്റ് വീഡിയോ കണ്ടു. അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ധ്രുവ് റീസെൻ്റ്ലി റിലീസ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് ഇന്ത്യൻസ് ഇൻ്റർനാഷണൽ കൺട്രിയിൽ പോയിട്ട് അവരുടെ ആൻറ്റി സോഷ്യൽ ബിഹേവിയറിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇന്ത്യൻ ആളായിട്ടുള്ള ഒരു ട്രാവലർ ടർക്കിയിലെത്തുന്നു. ടർക്കിയിലെത്തിയിട്ട് ആ പുള്ളി ഓൺ ദ വേയിൽ വ്ളോഗ് എടുക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ ഒരു വിമനുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ വളരെ ബാഡായിട്ടുള്ള ലാംഗ്വേജാണ് അയാൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അയാൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ അയാളെ അയാളെ ബ്ലോക്ക് ചെയ്യുകയും അയാളെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ധ്രുവ് പറയുന്നത്. സോ എഗെയിൻ അതുപോലെ മറ്റ് പല ഇൻസിഡൻസും മറ്റ് പല കൺട്രീസിൽ നിന്നുള്ള മറ്റ് പല ഇൻസിഡൻസും ധ്രുവ് അതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് പുറത്തുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്ന് മര്യാദയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പോലും ആ രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പം ആ ഒരു സിറ്റുവേഷനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ധ്രുവ് ഇത്രയും ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മെസ്സേജ് ധ്രുവ് ഒരു വീഡിയോ ആയിട്ട് കണ്ടൻ്റായിട്ട് ചെയ്ത് നമ്മൾ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ്, വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പലപ്പോഴും പലരും പറഞ്ഞിട്ടും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ നമ്മുടെ കൺട്രിയുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ആളുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുന്ന ആളുകൾ കാണിക്കുന്ന ബിഹേവിയറൊക്കെ ആയിരിക്കും ഒരു വിധത്തിൽ. അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് അവിടുത്തെ സൊസൈറ്റിയിലുള്ള റൂൾസ് അറിയാതെ, അവിടുത്തെ സൊസൈറ്റിയിലുള്ള കൾച്ചർ അറിയാതെ, അവിടുത്തെ സൊസൈറ്റിയിൽ വിമനോടുള്ള ബിഹേവിയർ എങ്ങനെയാണെന്നറിയാതെ ഓടി ചെന്നിട്ട് കാണുന്ന പോലെ തോന്നുന്ന പോലെയൊക്കെ കാണിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജയിലിലൊക്കെ ആയിരുന്നു വരാം. അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ചൊക്കെ ട്രാവൽ ചെയ്യുന്നതിന് മുന്നായിട്ട് ഡെസ്റ്റിനേഷനെ പറ്റി പഠിക്കുക, അവിടുത്തെ റൂൾസ് പഠിക്കുക, അവിടുത്തെ റിക്വയർമെൻറ്റ്സ് പഠിക്കുക, അവിടുത്തെ ആസ് പെർ ദ റൂൾ എന്തൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണമെന്ന് പഠിക്കുക. ഇതൊക്കെ പഠിച്ചതിന് ശേഷം വേണം നമ്മൾ ലൊക്കേഷനിലേക്ക് പോകാൻ. എല്ലാവരും പോകുന്നുണ്ട് അതുകൊണ്ട് ഞാനും പോകുന്നു എന്നുള്ള ആ ഒരു സ്റ്റൈല് ഉപേക്ഷിച്ചിട്ട് നമ്മളൊരു കുറച്ച് സ്റ്റഡീസ് ചെയ്യാൻ തയ്യാറാവുക. ഇപ്പോൾ ഫോറിനേഴ്സ് ആണെങ്കിലും ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് അവർ ബുക്ക്ലെറ്റ് വാങ്ങിക്കും. ഒരു ബുക്ക്ലെറ്റ്, ബിക്കോസ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അവരൊരു ബുക്ക്ലെറ്റ് വാങ്ങി ആ ബുക്ക്ലെറ്റിൽ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് അവർ ഓരോ ലൊക്കേഷനിലേക്കൊക്കെ ട്രാവൽ ചെയ്യാറുള്ളത്. ട്രാവലേഴ്സ് ഗൈഡ് എന്നാണ് ആ ബുക്കിന് പറയുന്നത് തന്നെ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഓടിച്ചാടിച്ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചു കിട്ടുക, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം വളരെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നമുക്ക് ഒരു റെസ്പോൺസിബിൾ ട്രാവലറിനെ സംബന്ധിച്ചോളം അവൻ്റെ ക്രെഡിബിലിറ്റിയും കൂടെ സ്പോയിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്.